ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഇവിടെ ലേബർ ഡേ ആണ് UK-ൽ. അതുകൊണ്ട് തന്നെ വളരെ ലേറ്റായിട്ട് എഴുന്നേറ്റ് ജസ്റ്റ് ഒരു ലേസി ഡേ ആണ്. അപ്പോൾ അതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ഇന്ന് ലേബർ ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നലെ പോയിട്ട് സെക്കൻഡ് ഷോ നമ്മുടെ നാട്ടിലെ സെക്കൻഡ് ഷോ എന്ന് പറയാം. അതായത് ഇവിടെ ഒരു 8:15 ഷോ ആയിരുന്നു. തുടരും മൂവി ഞാൻ കാണാൻ പോയി. ലാലേട്ടൻ ആൻഡ് ശോഭന മാമിൻ്റെ മൂവി, രജപുത്ര ബാനേഴ്സിൽ ഇറങ്ങിയ പുതിയ മൂവി തുടരും പോയി കണ്ടു. അത് കാണാൻ തന്നെ കാരണം ഞാൻ നമ്മുടെ ഷാജിൻ സാർ ഉണ്ടല്ലോ, മറുനാടൻ മലയാളി ഷാജിൻ സാറിൻ്റെ ഒരു റിവ്യൂ എനിക്ക് കാണാനിടയായി. ആൻഡ് സാറിൻ്റെ റിവ്യൂ കാണാൻ ഭയങ്കര രസമാണ്. കാരണം അത് ഭയങ്കര ഫ്ലോറി ലാംഗ്വേജ് ഒന്നും അല്ല. ആള് ഈ ന്യൂസ് വായിക്കുന്ന പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടും സ്പഷ്ടമായിട്ടും ഇങ്ങനെ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള പുള്ളിയുടെ ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ആള് റിവ്യൂ കൊടുത്തത്. അപ്പം അതിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംപുരാൻ്റെ ഒരു റിവ്യൂ സാർ കൊടുത്തിരുന്നു. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പുള്ളി എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനോട് ആ ഒരു ഇത് കഴിഞ്ഞിട്ട് അധികം ദിവസം ആയില്ല. അപ്പം ആ എംപുരാൻ്റെ റിവ്യൂ കൊടുത്ത സമയത്ത് ഇങ്ങനെ പലർക്കും ഒരു തോന്നലുണ്ടായി, ആള് വൈ ഹീസ് ടോക്കിംഗ് സോ ബാഡ് അബൌട്ട് ദിസ് മൂവി, അല്ലെങ്കിൽ മോഹൻലാലിനെതിരാണ്, അല്ല പൃഥ്വിരാജിനും ഒക്കെ എതിരാണ് ആള്, ലാലേട്ടനെ എതിർ സംസാരിക്കുന്നു എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എനിക്കും അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ലായിരുന്നു, ടു ബി ഓണസ്റ്റ്. ഞാനും ഒരു മൂവിയായിട്ട് കാണണമെന്നും അതൊരു ക്രിയേറ്റീവ് വർക്കാണെന്നും അത് അതിനകത്തേക്ക് വേറെ പൊളിറ്റിക്സ് ഒന്നും കൊണ്ടുവരുന്നത്, അത് ആ ഒരു ക്രിയേറ്റീവ് സൈഡ് കണ്ട് ആസ്വദിച്ചങ്ങ് പോവുക എന്നുള്ളതേ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതിനകത്തുനിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ തന്നെ ദാറ്റ്സ് ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ പെർസെപ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഇഷ്ടങ്ങളാണ്. അതെടുക്കുക, അതങ്ങനെ പോവുക. ഇതിന് ഇത്ര വലിയ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒരു റിവ്യൂ കഴിഞ്ഞിട്ട് ഷാജിൻ സാറിൻ്റെ ഈ തുടരുംൻ്റെ റിവ്യൂ കണ്ടപ്പം എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഷാജിൻ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പഴയ മോഹൻലാലിനെ കാണാൻ പറ്റി. ഏകദേശം നമ്മുടെ ആ ഒരു സ്ഫടികം, നരസിംഹം കാലയളവിലെ മുണ്ടുവരച്ചടി, ആ ഒരു ധ്വനി ആളുടെ നമ്മുടെ ഷാജിൻ സാറിൻ്റെ റിവ്യൂവിലുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഈ മൂവി അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് നോട്ടീസ് ചെയ്തിരുന്നു. ഇത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ലാലേട്ടനും ശോഭന മാം ഒന്ന് തിരിച്ചു വരുന്ന ഒരു മൂവി എന്നുള്ള രീതിയിൽ ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രജപുത്ര ബാനറിലാണ് വരുന്നത്. അതുകൂടാതെ നമ്മുടെ ചിപ്പിയുടെ ഹസ്ബൻഡാണ് രഞ്ജിത്ത്. അതായത് ചിപ്പീനെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ പഴയ മൂവി ആക്ട്രസ് ചിപ്പി, അതല്ലെങ്കിൽ ഇപ്പോഴും ആൾ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു, സീരിയൽസിലൊക്കെ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. ഞാൻ അത്ര ഫോളോ ചെയ്യുന്നില്ല നമ്മുടെ ഇന്ത്യൻ സോപ്സ്, അല്ലെ കേരള നമ്മുടെ നാട്ടിലെ സോപ്സ് ഒന്നും ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. സോ പക്ഷെ അറിവ് ആളിപ്പോഴും സീരിയൽസിലൊക്കെ ആക്റ്റീവ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ബാനറിൽ വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനത് നോട്ടീസ് ചെയ്തിരുന്നതാണ്. പക്ഷേ അത് ഒരിക്കലും ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ ഇത്രയും ഹൈപ്ഡും ഇത്രയും അതായത് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഹൈലൈറ്റഡ് മൂവിയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം ഒരു ഡേറ്റ് ഇവർ പിക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുഡോസ് ടു രജപുത്ര മൂവീസ് രഞ്ജിത്ത്. ബിക്കോസ് അത് ആളുടെ ഒരു അപാര ധൈര്യം തന്നെയാണ് കേട്ടോ. കാരണം അത് കാണിക്കുന്നത് അവരുടെ ആ കണ്ടന്റിലുള്ള കോൺഫിഡൻസ് ആണ്. അത്രയും കോൺഫിഡൻ്റ് അവരായതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഹൈലൈറ്റഡ് ഒരു മൂവിക്ക് ശേഷം ലാലേട്ടൻ്റെ ഈ മൂവി ഇവർ വലിയ ബഹളങ്ങളും കോലാഹലങ്ങളും ഇല്ലാണ്ട് ഇറക്കുകയും അത് വെൽ ഇതായിട്ട് ഓഡിയൻസ് ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം അത്രയും നല്ലൊരു മൂവിയാണ്. നിങ്ങളൊക്കെ കാണാത്തവരൊക്കെ പോയി കാണുക. വർത്ത് വാച്ചിങ് ആണ്. മണി വേസ്റ്റ് ആവില്ല. ഇറ്റ് വിൽ ബി എ വർത്ത് വാച്ചിങ്. ഈ പൈസ വസൂൽ മൂവി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ലെവലിലെ ഒരു മൂവിയാണ്. അതുപോലെ തന്നെ ഷാജിൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ എഗ്രി ചെയ്യുന്നു. നമ്മുടെ പഴയ ലാലേട്ടനെ, അതായത് സ്ഫടികത്തിലെ നരസിംഹത്തിലെ ഒക്കെ ലാലേട്ടനെ നമുക്ക് അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാഴ്ച തന്നെ ഭയങ്കര റിഫ്രഷിങ് ആണ് കേട്ടോ. കാരണം ഇപ്പം നമ്മൾ കാണുന്ന പല മൂവീസ്, അതിന് ഏത് മൂവി ആയിക്കോട്ടെ, ഇപ്പം റീസെൻ്റ്ലി വരുന്ന മാർക്കോ ആയിക്കോട്ടെ, എംപുരാൻ ആയിക്കോട്ടെ, ഏത് മൂവീസ് ആയിക്കോട്ടെ, ഒത്തിരി നമ്മൾക്ക് അവരുടെ
സ്റ്റൺസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര കൊറിയോഗ്രാഫ്ഡ് സ്റ്റൺസാണ്. രസമാണ്, അത് കാണാനും രസമാണ്. അപ്പം ഞാൻ കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത് ആ പഴയ ഈ ലാലേട്ടൻ പറയുന്ന പോലെ നാടൻ തല്ലിലാണ് സ്പെഷ്യലൈസേഷൻ. നാടൻ തല്ലായതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ ആ ഒരു നാടൻ ശൈലിയിലുള്ള സ്റ്റണ്ട് കൊറിയോഗ്രഫി ഇപ്പോൾ വളരെ കുറവാണ്. അപ്പം ഈ ഒരു മൂവിയിൽ നമുക്ക് ആ ഒരു പഴയ ഒരു കൈൻഡ് ഓഫ് കൊറിയോഗ്രഫിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല കൊറിയോഗ്രാഫ്ഡ് ആണ് കേട്ടോ സ്റ്റൺസ്. എനിവേസ് ഇറ്റ്സ് കൊറിയോഗ്രാഫ്ഡ്. പക്ഷേ ആ ഒരു ലാലേട്ടൻ്റെ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ ഒരു ആക്ഷൻ സ്റ്റൈൽ, അത് ഇതിനകത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ പഴയ ആക്ഷൻ സ്റ്റൈലൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം പറയുമ്പോഴും ദ സ്റ്റാർ ഓഫ് ദിസ് മൂവി ഇസ് ദ സ്റ്റോറി. And I must congratulate the story and screenplay ആരുടെയാണ്. They have done a very good job. Tarun, who is the director, amazing. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകാശ് വർമ്മ. ഓ മൈ ഗോഡ്, എനിക്കറിയത്തില്ലായിരുന്നു പ്രകാശ് വർമ്മ നേരത്തെയും പ്രൊജക്ട്സിലൊക്കെ ഉള്ള ഒരാളാണെന്നുള്ളത്, അതിൽ ഈ ഫീൽഡിലുള്ള ഒരാളാണെന്നുള്ളത്. ഞാൻ ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇന്നാണ് ഈ മൂവി കണ്ടതിൻ്റെ ഒരു എഫക്റ്റിൽ ഇന്നാണ് ഞാൻ ഓരോരുത്തരെയും പറ്റി ഞാൻ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ പ്രകാശ് വർമ്മ, അതായത് ജോർജ് സർ, അമേസിങ്. അതായത് ഈ ലാലേട്ടൻ, ശോഭന മാം, അവരുടെയൊക്കെ കാലിബർ നമുക്കറിയാം. ദേ ആർ ഹൈ എക്സലൻസ്. ദാറ്റ് ദേ വിൽ ബ്രിങ് ഇൻ ടു ദ സ്ക്രീൻ അല്ലേ, അത് നമുക്കത് ഒരു ഗ്യാരൻറ്റീഡ് ആണ്. അവർ ഇത്രയും റിഫൈൻഡ് ആക്ടേഴ്സാണ്, ടാലൻറ്റഡ് ആണ്, നമുക്കത് ഓൾറെഡി വെൽ നോൺ ആണ്. പക്ഷേ ആ ഈക്വലി ഇതിൽ മോഹൻലാലിന് ഈക്വലായിട്ട് തന്നെയുള്ള ഒരു വില്ലൻ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെർക്യുലിയൻ ടാസ്ക്. ആൻഡ് ഐ മസ്റ്റ് സേ പ്രകാശ് വർമ്മ, ഓ മൈ ഗോഡ്, ആള് അമേസിങ് ആണ് കേട്ടോ ആസ് എ വില്ലൻ. പലയിടത്തും ആളുടെ ആക്ടിങ് കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ക്രീപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ദേഷ്യം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇവന് രണ്ട് കൊടുക്കാൻ തോന്നുക, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നില്ല. ഇവന് പൊട്ടിക്കാൻ ആരും ഇല്ലേ എന്നൊക്കെ തോന്നുന്ന ഒരു ഫീലില്ലേ. അപ്പം അത് ആൾക്ക് നമ്മളിൽ ഇത് ചെയ്യാനായിട്ട്, ജനറേറ്റ് ചെയ്യാനായിട്ട് ആൾക്ക് കഴിഞ്ഞു. അത് തന്നെ ആളുടെ സ്കില്ലാണ്, കഴിവാണ്. ആൻഡ് ഐ എം റിയലി സോറി ഇഫ് ഐ എം സോ ഡംപ് ഓ മേ ബി ഐ എം ലിവിങ് അണ്ടർ ദ റോക്ക്. ഞാൻ ഇപ്പോഴാണ് പ്രകാശ് വർമ്മേനെ കാണുന്നത്. ആൻഡ് ഐ മസ്റ്റ് സേ ദാറ്റ്സ് മൈ ലോസ്. അപ്പോൾ ആളുടെ വേറെ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടോ എന്ന് ഞാൻ നോക്കുന്നതാണ്. I will be following it. But amazing casting. അതിൽ പ്രകാശ് വർമ്മയുടെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റി രാവിലെ. അപ്പോൾ അതിൽ പുള്ളി പറയുന്നുണ്ട് ഇതിൻ്റെ ഡയറക്ടറിന് പ്രകാശിനെ ഓൾറെഡി അറിയാം എന്നുള്ളത്. സോ മേ ബി ദാറ്റ് ഹെൽപ്ഡ് തരുൺ ടു കാസ്റ്റ് ഹിം. പക്ഷേ അമേസിങ്, ഈ നമ്മുടെ ലാലേട്ടന് ഈ ഒരു മൂവിയിൽ അവതരിപ്പിച്ച ക്യാരക്ടറിന് പറ്റിയ ഓപ്പോസിഷൻ തന്നെയാണ് പ്രകാശ് വർമ്മ. അമേസിങ് ടാലൻറ്റ്. അപ്പം തീർച്ചയായിട്ടും കാണാത്തവരൊക്കെ പോയി കാണുക. യു വിൽ, അതായത് തിരിച്ചു വന്നിട്ട് എന്നെ ആരും ചീത്ത പറയില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അത്രയും നല്ല മൂവിയാണ്. അതുകൊണ്ട് പോയി കാണുക. ലാലേട്ടനും മമ്മൂക്കായും എല്ലാവരും, ഫഹദും ദുൽഖറും എല്ലാവരും നമ്മുടെ ഒരു വികാരമാണ്. വി നീഡ് ടു സപ്പോർട്ട് ഗുഡ് മൂവീസ്. സോ പ്ലീസ് ഗോ, ഡു വാച്ച് ആൻഡ് ലെറ്റ് മീ നോ. കാരണം ഞാൻ വലിയ മൂവി റിവ്യൂ ആളൊന്നും അല്ല, ഞാൻ ഒരു സാധാരണ ആൾ. ഇത് കണ്ടപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പ്ലീസ് എന്നെ ഇത് ചെയ്യാൻ വരരുത്. നിങ്ങൾ പറയാം, എൻ്റെ പൊട്ടത്തരം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എന്നോട് പറയാം. പക്ഷേ ഇത് ഒരു ഭയങ്കര ഒരു റിവ്യൂ ചെയ്യുന്ന പോലെ ഒന്നുമല്ല. ഐ എം ടെല്ലിങ് മൈ എക്സ്പീരിയൻസ് ആൻഡ് മൈ വ്യൂസ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സോറി കേട്ടോ, ഇപ്പം തന്നെ സോറി പറയണു. അപ്പോൾ ഗോ ആൻഡ് വാച്ച് ഗൈസ്. ലവ് യു ഓൾ.